ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു മച്യൂരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കുറച്ച് നാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തന്നെയല്ല, പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഓവർ കോൺഷ്യസ് ആയിരിക്കും. അതുപോലെ സ്വയം ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഷെയർ ചെയ്ത് ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിത പങ്കാളിയെ കിട്ടുമ്പോൾ പല മനോഭാവത്തിലാണ് ഓരോരുത്തരും അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ആദ്യ രാത്രിയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ദമ്പതികളെ സംബന്ധിച്ച് അവർക്ക് ചില സമയങ്ങളിൽ വൈകാരികപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു വ്യക്തിയാണെങ്കിലും പല മുൻവിധികളോടുകൂടിയാണ് ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത്. എന്തായാലും കുറച്ച് നാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനൊരു സാഹചര്യം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സ് തമ്മിൽ ഒരു ആകർഷണവും അടുപ്പവും ഒക്കെ വന്നു കഴിയുമ്പം അവിടെ കാമത്തിൻ്റേതായിട്ടുള്ളൊരു ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്. ഈ ഊർജം കൊണ്ടാണ് പിന്നീട് പരസ്പരമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഫിസിക്കലി ചിലർക്കാണെങ്കിൽ നല്ല ആത്മവിശ്വാസം ഉള്ളവരുണ്ട്, ചിലർക്ക് അത് കുറച്ച് കുറവാണ്. ചിലരെ സംബന്ധിച്ച് അവർക്ക് കുറവെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കകത്ത് കൂടുതൽ കോൺഷ്യസ് ആകാറുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നല്ല ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളിൽ മാറ്റാൻ പറ്റാത്ത എന്ത് കാര്യമാണെങ്കിലും അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. മാറ്റാൻ പറ്റാത്തതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകളൊന്നും നമ്മളെ ബാധിക്കില്ല. ഇനി നമ്മളിൽ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ മാറ്റം വരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളിൽ മാറിക്കോളും. ഇപ്പോൾ ഫിസിക്കലായിട്ട് മാറ്റം വരുത്തേണ്ട എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ശ്രമിച്ചാൽ മാറ്റിയെടുക്കാം. ഈ സമയത്ത് അമിതമായിട്ടുള്ള സംസാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ സംസാരം വരുമ്പോൾ പലതരത്തിലുള്ള ചിന്തകളും ഫീലിങ്സുകളും ഒക്കെ കയറി വരും. അത് നമ്മുടെ പ്രവൃത്തി തലത്തിനെ ബാധിക്കും. അതുപോലെ അടുത്ത ബന്ധുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഈ സമയത്ത് സംസാരിക്കരുത്. എന്നാൽ മനസ്സിൻ്റെ ഒരു റിഫ്രഷിന് വേണ്ടിയിട്ട് സന്തോഷമുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയൊക്കെ ആകാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പുകഴ്ത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. മിക്കവാറും പുരുഷന്മാരെ സംബന്ധിച്ച് അവൻ ജീവിത പങ്കാളിയെ കാണുന്നത് മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും. എന്നുവെച്ചാൽ അവനെ കൂടുതലും കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ഒരു പങ്കാളിയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. എന്നുവെച്ചാൽ അത്ര വലിയ മതാലസയാകണമെന്നൊന്നുമില്ല. ഈ സമയത്ത് തുടക്കത്തിൽ പുരുഷനിൽ വരുന്നത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഊർജ്ജമാണ്. പിന്നീടത് കാമത്തിൻ്റെ ഊർജ്ജമായിട്ട് മാറും. അപ്പം ഞാനീ പറഞ്ഞത് പൊതുവേ സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട പുരുഷൻ്റെ ഒരു സൈക്കോളജിയാണ് കേട്ടോ. ഇവിടെ സൗന്ദര്യത്തെക്കാട്ടിലും കഴിവിനെക്കാട്ടിലും ഒക്കെ പ്രധാനം പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണ്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് അമിതമായ ആകാംക്ഷ, ആവേശം ശരീരത്തിൻ്റെ നിയന്ത്രണത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു റിലാക്സ് മൈൻഡോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ആദ്യമൊക്കെ സ്നേഹത്തിൻ്റെ രീതിയിലുള്ള ചുംബനങ്ങളാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കാമത്തിൻ്റേതായിട്ട് മാറാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധപ്പെടലെന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് തന്നെ പല സ്റ്റേജസ് ആയിട്ടാണ്. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് സ്നേഹത്തോടെയുള്ള ചുംബനങ്ങൾക്ക്, സ്പർശനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓരോ ഘട്ടം കഴിയുമ്പോഴും കാമത്തിൻ്റെ ഊർജം കൂടുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ ശക്തമായ സ്ഖലനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മാക്സിമം സമയമെടുത്ത് മൂഡ് വരുത്തി നിയന്ത്രിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് വേണ്ടത്. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്ന ചില മെത്തേഡുകളുണ്ട്. ഓരോ പൊസിഷനിലും ചിലർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്, ഫിസിക്കലി, മെൻ്റലി. അതുപോലെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം, കൂടുതൽ സുഖവും സന്തോഷവും തരുന്ന ഒരു കാര്യം കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് സ്മാർട്ടായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ ഫോർപ്ലേ സമയത്ത് കാൽപാദത്തിലും തുടങ്ങി മുകളിലേക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ചില ക്രിയകളുണ്ട്. ഈ സമയത്ത് അവിടെ കിട്ടുന്ന ലൈറ്റായിട്ടുള്ള മസാജ്, സ്പർശനം, ചുംബനങ്ങൾ ഒക്കെ തന്നെ അവിടെയുള്ള പ്ലഷർ പോയിൻറ്റ്സിനെ ഉണർത്തുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ കാലുകൾക്ക് പൂർണ്ണമായിട്ടും റിലാക്സേഷൻ കിട്ടുമ്പോൾ ശരീരത്തിനും മനസ്സിനും പെട്ടെന്ന് റിലാക്സ് ആവും.
അതുപോലെ ഈ സമയത്ത് വിരൽ കൊണ്ട് അവിടെയുള്ള സ്പർശനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിൽ കൂടി രണ്ടു പേർക്കും യോനി ഭാഗത്തെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഓരോ ക്രിയകൾ ചെയ്യുമ്പോഴും അവിടെയുള്ള പ്രതികരണത്തെക്കുറിച്ചും അറിയാൻ പറ്റും. അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് കാര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കയും കൂടും. ഇതിനകത്ത് മറ്റൊന്നിനും നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ശരീരവും ഓരോ സമയത്തും ഓരോ തരത്തിലാണ് പ്രതികരിക്കുന്നത്. ഇനി പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് തോന്നിയാലും ആ കുറവുകളെയും നമ്മുടെ സ്വന്തമായിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ശക്തമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ സിസ്റ്റം മറ്റൊരു തലത്തിലെത്തിച്ചേരും. പിന്നെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു ഭാഗത്ത് ഏകാഗ്രപ്പെടുന്നുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണ സംതൃപ്തിയോടെയുള്ള രതിമൂർച്ച സാധ്യമാകത്തുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ച് അവർ സ്വന്തം ശരീരത്തെ തിരിച്ചറിയുന്ന, സ്വയം മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണിത്. ഓരോ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഫീലിങ്സും വ്യത്യസ്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായ അനുഭൂതികൾക്കുള്ള കാരണമായിട്ടാണ് പുരുഷൻ വരുന്നത്. അവരെ സംബന്ധിച്ച് മാറിടത്തിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ടും വരുന്നത് ലവ് എനർജിയാണ്. എന്നാൽ താഴ്ഭാഗത്ത് കൂടുതലായിട്ട് വരുന്നത് കാമത്തിൻ്റെ ഊർജ്ജമാണ്. നമ്മളിവിടൊക്കെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ തരത്തിലുള്ള ഹോർമോണുകളാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെയിൻ എടുത്തുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ വേണ്ട. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നതും റിലാക്സ് ആയിട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തിരഞ്ഞെടുക്കുന്ന ചില പൊസിഷൻസും വളരെ പ്രധാനമാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട. എന്നാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ച് ഇതുപോലുള്ള ചില ടെക്നിക്കുകൾ യൂസ് ചെയ്താൽ എത്ര സമയം വേണേലും ചെയ്യാൻ പറ്റും. ഈ സമയത്ത് പുരുഷന് ആവശ്യമായ സമയം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യണം. മൂക്കിൽ കൂടി ശ്വാസം ഡീപ്പായിട്ടെടുത്ത് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടി ഒരു ആശ്വാസത്തിൻ്റെ രൂപേണ വിടുക. ഈ സമയം നമ്മുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ റിലാക്സ് ആവും. കൂടി വന്ന പ്രഷർ ഒന്ന് കുറയുന്നത് കാണാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൺട്രോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു പ്രത്യേക റിലാക്സേഷനും ആത്മവിശ്വാസവും ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ പുതിയ പങ്കാളികൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ദാമ്പത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റ് പല കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിലേ ഇത് ശരിയായ രീതിയിൽ ആസ്വദിക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് പലപ്പോഴും ശരീരവും മനസ്സും രണ്ട് തലത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ശരീരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലെവലാണ്, പിന്നെ ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനവും. എന്നാൽ മനസ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിന് ചില സാഹചര്യങ്ങളും ആകർഷണങ്ങളും ഇഷ്ടങ്ങളും ചിന്തകളും ഒക്കെയാണ് പ്രധാനം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ശരീരത്തിന് എപ്പോഴാണോ ഇത് ആവശ്യമായിട്ട് വരുന്നത് അത് നമ്മളെ അറിയിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ സമയം. ഇനി നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നിങ്ങളാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും മോഡേണായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമാണ് ഏറ്റവും നല്ല സാഹചര്യം എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.